എങ്ങനെയുണ്ട്? വണ്ടർഫുൾ. ആ ഇത് മാത്രമല്ല, നീ അറിവിലുണ്ട്. ഇതിനെ കൊണ്ട് നകത്താക്കിട്ട് ആ റോബർട്ടിനെ കൊണ്ടുവാ. റോബർട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്നതാ. ഗ്രേറ്റ് ഡെയിൻ. കണ്ടാ പേടിയാവുന്നു. My life is dedicated to the dog. So, that's why I told you that Shelley is a poet of rather insensitive optimism. Because when I explain to you these lines, you will also can understand the kind of reflection that is given in the lines, such as the feelings that the poet says out of it all. I do not tell that... Gavaskar 30th century adichu. എന്തോ മണി 8 കഴിഞ്ഞമ്മേ. ഞാൻ രാവിലെ 5:30 മണിക്ക് ഉണർന്നാ. രാവിലെ സംഗീതം കേട്ടുണരുന്നത് ഒരു രസമല്ലേ? അമ്മ എഴുന്നേറ്റുടൻ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടരുത്. നമ്മുടെ ദേശഭക്തൻ KK കിടാവ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ കേൾക്കാൻ ഞാൻ പാടിയതാണ്. അമ്മേ, ഗാന്ധിജിയുടെ തത്വങ്ങൾ അതേപോലെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു മാതൃകാ പുരുഷനാണ് ദേശഭക്തൻ. അമ്മ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷെ അദ്ദേഹത്തെ അടിച്ചോടിക്കുന്നൊന്നും പറയരുത്. ആ ശരി. ഈ സംഗീതത്തെ Good morning, darling. Good morning. Good morning, Daddy. Good morning, Mom. Morning. Good morning, Daddy. Good morning. Morning. ഗുഡ് മോർണിംഗ് പറയടാ. അച്ഛാ. ഡാർലിംഗ്, ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ മിസ്സസ് ചെറിയാനെയും മിസ്സസ് മേനനെയും ബ്രിഡ്ജ് കളിക്കാൻ വിളിച്ചിട്ടുണ്ട്. They'll have lunch with me. വെരി ഗുഡ്. ഇന്ന് നൈറ്റ് ഡിന്നർ ഞങ്ങൾക്കൊക്കെ മേരി തോമസിന്റെ വീട്ടിലാണ്. എനിക്കിന്ന് ഡിന്നർ സീലോഡില. ക്യാപ്റ്റൻ പിള്ളയുടെ വക. I see. അയാളുടെ മകൻ 9ാമത്തെ തവണ SLC പരീക്ഷ എഴുതി പാസ്സായിരിക്കുന്നു. അയാളത് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു. എന്നല്ലേ സീലോഡിയും തിരിച്ചു വരുമ്പോ എന്നെ കൂടെ പിക്കപ്പ് ചെയ്യാമല്ലോ. ഓക്കെ. താങ്ക് യു. മമ്മി, ഞാൻ ഡിന്നറിന് വരില്ല കേട്ടോ. ഐ ഹാവ് ഗോട്ട് എ പ്രോഗ്രാം. എന്റെ ഫ്രണ്ട് ഉഷയുടെ ബർത്ത്ഡേ ഇന്ന് രാത്രി ഞാൻ അവിടെ പോകും. ഓ യെസ്. പ്രസന്റേഷൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോണം. യെസ് മമ്മി. പിന്നെ നിന്റെ പ്രോഗ്രാം എന്താണ്? നീ എവിടെയെങ്കിലും പോകുന്നുണ്ടോന്ന്? ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഇവ മാത്രം എന്താ ഇങ്ങനെയായത്? ചേട്ടൻ നമ്മുടെ വീട്ടിൽ ജനിക്കേണ്ട ആളല്ല. അതെ, വല്ല നാട്ടിൻപുറത്തും ജനിക്കേണ്ടതായിരുന്നു. ഒരു മാനേഴ്സും അറിയില്ല ചേട്ടന്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നാലേ ഞാൻ ചേട്ടനെ പരിചയപ്പെടുത്താതിരിക്കുന്നത്. മൂപ്പര് ആദർശങ്ങൾ പറയാൻ തുടങ്ങും. ഒടുവിൽ നമ്മൾ ജമ്മുകയും ചെയ്യും. അതെ, ചെറുപ്പത്തിലേ ശ്രദ്ധിക്കാത്തതിന്റെ തകരാറാ. എപ്പോ നോക്കിയാലും ഈ ഹാർമോണിയം വെച്ചുള്ള പാട്ടും പിന്നെ വായനയും. ഇന്ന് ജോലിക്കുള്ള അപേക്ഷ ഒന്നും അയക്കാനല്ലേ സാറേ? ഇന്നത്തെ പേപ്പറിൽ
ടൗണിലുള്ള ജോലികളെ പറ്റിയുള്ളൂ. എനിക്കത് ഇഷ്ടമല്ലല്ലോ. വാസ്തവം പറഞ്ഞ സാറിന്റെ സ്ഥിതി കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുക. വീടിന് വീട്, കാറിന് കാറ്, പണത്തിന് പണം, ബിസിനസ് നോക്കാനാണ് ഈ സ്വന്തം ഫാക്ടറി. ഇത്രയും സൗകര്യങ്ങളുള്ളപ്പോ സാർ ഇങ്ങനെ ജോലിക്ക് അപേക്ഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി വേണ്ട ചെയ്യാൻ ശങ്കരൻകുട്ടി. പിന്നെ സാറിന് ഇപ്പൊ ജോലി ചെയ്തിട്ടുണ്ട് ജീവിക്കാൻ. എനിക്ക് കഴിയുന്നതും സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കാനാണ് ഇഷ്ടം. ഡിഗ്രി എടുത്തതും ജോലി കിട്ടാൻ സാധ്യതയുള്ള കോഴ്സൊക്കെ പാസ്സായതും അതിനുവേണ്ടിയാണ്. എന്നാലും ഒരു കുടുംബത്തിന് ഒരാൾ മാത്രം ഇങ്ങനെ ആയത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. അച്ഛനും അമ്മയ്ക്കും ഡിന്നറും ക്ലബ്ബും, അനിയന് ഡിസ്കോ, അനിയത്തിക്ക് ക്രിക്കറ്റ്, ചേട്ടച്ചാർക്കാണെങ്കിൽ മഹാത്മാഗാന്ധിയുടെ കുറെ പുസ്തകങ്ങളും ആദർശങ്ങളും വാത്മീകവും. വാത്മീകമല്ല, ആത്മീകം. അത് തന്നെ ഞാൻ പറഞ്ഞേ. ഇത്രയ്ക്കായ നിലയ്ക്ക് വല്ല രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നിരുന്നെങ്കിൽ അതൊരു ഗുണായനെ. ഇത് അതുമില്ല. അല്ല, ഞാൻ അറിയാണ്ട് ചോദിക്കുക, ഈ ജീവിതത്തിന് എന്താ ഒരു സുഖമുള്ളൂ സാറേ? ശങ്കരൻകുട്ടിക്ക് അത് മനസ്സിലാത്തോണ്ട്. ഈ പട്ടണത്തിന്റെ ചായം തേച്ച മുഖങ്ങൾ കണ്ട് ഞാൻ മടുത്തു. എന്നും ഒച്ചയും ബഹളവും ആത്മാർത്ഥയില്ലായ്മയും. എനിക്കിഷ്ടം ഗ്രാമത്തിന്റെ ശാന്തതയാണ്. പച്ചപിടിച്ച പാടങ്ങൾ, നിറഞ്ഞൊഴുകുന്ന പുഴകൾ, തണുത്ത കാറ്റ്. ആ ഒരു സുഖം വേറെ എവിടെ കിട്ടി ശങ്കരൻകുട്ടി? സാർ ഒരു തത്വം കേട്ടിട്ടുണ്ടോ? എന്താ? എറിയാനറിയുന്നവന്റെ കയ്യിൽ ദൈവം വടി കൊടുക്കില്ല എന്ന് വെച്ചാല്? വടി. ആ. അതായത് ദൈവം ആ. വടി എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വടി. ശങ്കരൻകുട്ടി. എന്തോ? ഞാൻ പോരാട്ടോ. എന്തോ? ഞാൻ എവിടെയായിരുന്നു? ഓഫീസ് പോകുന്ന സമയത്ത് കാറിനടുത്ത് വയ്ക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? സാർ, ഞാനവിടെ വിനയ് സാറിന്റെ അടുത്ത്. വിനയ് സാറിന്റെ അടുത്ത്? സാറിന്റെ ഓരോ വേഗം വണ്ടി എടുക്ക്. സാർ. ഇത് കണ്ടോ? എന്റെ ഹസ്ബൻഡ് ഹോങ്കോങ്ങിൽ പോയപ്പോ കൊണ്ടുവന്നതാ. ഇതുപോലെ ഒരു 6 എന്റെ ഹസ്ബൻഡ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ പുള്ളിക്കാരന് ഇതിലൊന്നും വലിയ താല്പര്യമില്ല. വീഡിയോ, ക്യാമറ, വാച്ച് ഇതിലൊക്കെയാണ് ക്രേസ്. വീഡിയോയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. കഴിഞ്ഞ പ്രാവശ്യം മൂപ്പര് പാരീസിൽ പോയിട്ട് വരുമ്പോഴേ ഒരു 6 കാസറ്റ് കൊണ്ടുവന്നു. പക്ഷേ അതൊന്നും പിള്ളേരുടെ മുമ്പ് വെച്ചൊന്നും കാണാൻ ഒക്കില്ല. അതുകൊണ്ട് ഒരു വീഡിയോ വാങ്ങിച്ച് ഞങ്ങൾ ബെഡ്റൂമിൽ തന്നെ വെച്ചിരിക്കുക. ബാബു, നിനക്ക് ക്ലാസ്സിൽ പോണ്ടേ? ഇല്ല മമ്മി, എനിക്ക് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ബൈ ബൈ. പെമ്പിള്ളേർക്ക് ഇവനെന്ന് വെച്ചാൽ ജീവനാ. എത്ര ഗേൾ ഫ്രണ്ട്സ് ആണെന്ന് അറിയാമോ? പക്ഷെ ഇവന്റെ ക്രേസ് മുഴുവനും കാറും ബൈക്കിലുമാ. 3 മാസത്തിന് മുമ്പ് ഒരു ബൈക്ക് വാങ്ങിച്ചു കൊടുത്തേ ഉള്ളൂ. ഇപ്പൊ അത് വേണ്ടാന്ന്. ഡാഡി കാറ് വേണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. ഉടനെ വാങ്ങിച്ചു കൊടുത്തൊരു ഡോൾഫിൻ. അയ്യ, ബോസ്കോ ആൻഡ് കമ്പനിക്കുള്ള ചെക്ക് അയച്ചോ? അത് ഇന്നലെ തന്നെ അയച്ചു സാർ. ഗുഡ്. ഒരു ദുഃഖമുണ്ട് സാർ. എന്താ? യൂണിവേഴ്സിറ്റി കോളേജ് പ്രിൻസിപ്പൽ സാറിന്റെ ഫ്രണ്ട് അല്ലേ? അതെ, അതിനാണോ ദുഃഖം? അല്ല സാർ, എന്റെ മകൻ ആദിശേഷനെ പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്തു. അവനെ തിരിച്ചെടുക്കാൻ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം സാർ. പഠിക്കാഞ്ഞിട്ടില്ലേ സസ്പെൻഡ് ചെയ്തത്? അല്ല സാർ, അവൻ നന്നായി പഠിക്കും. പിന്നെ അവന്റെ കൂട്ടുകാർ എന്തോ വികൃതി കാണിച്ചു. പ്രിൻസിപ്പൽ അവനെയും ചേർത്ത് പിടിച്ചു. ലുക്ക് ഹിയർ അയ്യ, കുട്ടികളെ വളർത്താൻ പഠിക്കണം. കൂട്ടുകെട്ടാണ് മനുഷ്യനെ ചീത്തയാക്കുന്നത്. എന്റെ മകനും അതേ കോളേജിലല്ലേ പഠിക്കുന്നത്. ഇന്ന് വരെ ഒരു കംപ്ലൈന്റും അവനെ പറ്റി എനിക്ക് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട്? ഞാൻ അവനെ അങ്ങനെയാണ് വളർത്തുന്നത്. യു ഗെറ്റ് മൈ പോയിന്റ്? പഴയ കൂട്ടുകെട്ടുകളെല്ലാം ഉപേക്ഷിച്ച് എന്റെ മകനെ പോലുള്ളവരുടെ ഫ്രണ്ട് ആകാൻ പറയണം. Hey, look there. ഏയ്, മൈൻഡ് ചെയ്ത് പോകണോ? ബാബു ഒന്ന് ക്ലാസ്സിൽ പോകണല്ലേ? എടോ, അവിടെ ഇരുന്ന് പഠിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് പഠിക്കാം. താൻ പൊയ്ക്കോ. ബാബു നോക്ക്. കണ്ടില്ലേ, ഇവളാണ് എന്റെ വരയിൽ വീഴാത്ത പാർട്ടി. തനിക്കതിന് വരയിൽ വീണ പോരല്ലോ, കൊണ്ടുപോകണ്ടേ എങ്ങോട്ടെങ്കിലും? അല്ലാതെ ചുമ്മാ പ്രേമിച്ചാണ് എന്നിട്ട് നട കാര്യം. വീഴുന്നാണെ കൊത്തുക. കൊത്തി കാര്യം കഴിഞ്ഞാൽ ദൈവം പോലും അറിയാതെ തല ഊരുക. അതാ എന്റെ പ്രിൻസിപ്പിൾ. ഇന്നലെ ഉണ്ടല്ലേ? ഇന്നലെ ഇവിടെ മ്യൂസിക് നൈറ്റ്. ഓ